വാക്കിലും നോക്കിലും ഉഗ്രശാസനങ്ങളിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കാളും ഭാരതത്തിൽ കരുത്തനായി നിൽക്കുന്ന ഭരണാധികാരി ആര് എന്നറിയാമോ? അമിത്ഷാ. അടിയന്തര ഘട്ടങ്ങളിൽ അമിത്ഷാ എടുക്കുന്ന ചില തീരുമാനങ്ങൾ അത് ശക്തവും അടിപതറാത്തതുമാണ്. ബംഗാളിൽ ദീദിയുടെ ആൾക്കാർ അഴിഞ്ഞാടിയപ്പോൾ അടിച്ചമർത്താൻ അവിടെ എത്തി അമിത്ഷാ. മാവോയിസ്റ്റുകളെ ഒതുക്കാൻ അമിത്ഷാ എടുത്ത തീരുമാനം ചുവപ്പ് ഭീകരതയ്ക്ക് അന്ത്യം കുറിച്ചു. ഇപ്പോഴിതാ ബംഗാളിൽ ഇനി ഒരൊറ്റ കുട്ടിയും അടുപ്പിക്കില്ല. ഭാരതത്തിന്റെ ആഭ്യന്തരമന്ത്രി ഇന്ത്യൻ ഭരണത്തിന് കരുത്താകുന്നു. ഇതാകണം ആഭ്യന്തരമന്ത്രി. അമിത്ഷായ്ക്ക് ഒരു ബിഗ് സല്യൂട്ട്. പശ്ചിമ ബംഗാളിൽ BJP സർക്കാർ അധികാരത്തിൽ വരുന്നതോടെ നുഴഞ്ഞുകയറ്റവും കന്നുകാലി കടത്തും ഭൂതകാലമാവും എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിരിക്കുന്നു. BJP നിയമസഭാ കക്ഷി യോഗത്തിൽ സംസാരിക്കവേ സുവേന്ദു അധികാരിയെ BJP നിയമസഭാ കക്ഷി നേതാവായും ബംഗാളിന്റെ പുതിയ മുഖ്യമന്ത്രിയായും അദ്ദേഹം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ബംഗാളിലെ വിജയം കേവലം ഒരു തിരഞ്ഞെടുപ്പ് നേട്ടമല്ല എന്നാണ് അമിത്ഷാ പറയുന്നത്. ഇന്ത്യയുടെ ദേശീയ സുരക്ഷയിലെ ഏറ്റവും വലിയ പഴുതുകളിലൊന്നാണ് ഈ വിജയത്തിലൂടെ അടയ്ക്കപ്പെടുന്നത്. ബംഗാളിൽ ഇനി നുഴഞ്ഞുകയറ്റവും കന്നുകാലി കടത്തും നടക്കില്ല. ഇന്ത്യയിലെ ഓരോ നുഴഞ്ഞുകയറ്റക്കാരും തിരിച്ചറിഞ്ഞ് പുറത്താക്കുമെന്നും അദ്ദേഹം ആവർത്തിച്ചു. കഴിഞ്ഞ 15 വർഷത്തെ തൃണമൂൽ കോൺഗ്രസ് ഭരണത്തെ അമിത്ഷാ നിശിതമായി വിമർശിച്ചു. മമതയുടെ ഭരണത്തിൽ ഭരണകൂടം രാഷ്ട്രീയവൽക്കരിക്കപ്പെടുകയും രാഷ്ട്രീയം കുറ്റവൽക്കരിക്കപ്പെടുകയും ചെയ്തു. കുറ്റവാളികൾ തന്നെ രാഷ്ട്രീയക്കാരായി മാറി. ഗുണ്ടായിസം, അഴിമതി, കട്ട് മണി, സിൻഡിക്കേറ്റ് എന്നിവ ബംഗാളിന് ശാപമായി മാറി. പുതിയ മുഖ്യമന്ത്രി അധികാരമേറ്റ മാസങ്ങൾക്കുള്ളിൽ ഇതെല്ലാം അവസാനിക്കും എന്ന ഉറപ്പാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. കേന്ദ്ര പദ്ധതികൾ രാഷ്ട്രീയ കാരണങ്ങളാൽ തടഞ്ഞുവെച്ചതാണ് ബംഗാളിന്റെ വികസനം മുരടിപ്പിക്കാൻ കാരണമെന്നും അമിത്ഷാ പറഞ്ഞു. കേന്ദ്രത്തിലും സംസ്ഥാനത്തും BJP അധികാരത്തിലുള്ളതോടെ ഇനി ബംഗാളിന്റെ വികസനത്തെ തടയാൻ ആർക്കും സാധിക്കില്ല. ഒഡീഷ, അസം, ബംഗാൾ എന്നിവ ഉൾപ്പെടുന്ന കിഴക്കൻ ഇന്ത്യ ഇപ്പോൾ BJPയുടെ പതാകയ്ക്ക് കീഴിലാണ്. പടിഞ്ഞാറൻ ഇന്ത്യക്കൊപ്പം കിഴക്കൻ മേഖലയും ഇനി വികസിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്ത്രീകൾക്ക് സുരക്ഷിതത്വവും പൗരന്മാർക്ക് സംരക്ഷണവും ഉറപ്പാക്കുന്ന ഒരു സോനാർ ബംഗ്ല കെട്ടിപ്പടുക്കുക എന്നതാണ് BJPയുടെ വാഗ്ദാനം. സാഹിത്യത്തിലും വിദ്യാഭ്യാസത്തിലും കലയിലും ബംഗാൾ വീണ്ടും ഇന്ത്യയുടെ മുഖമായി മാറുമെന്ന് അമിത്ഷാ പറഞ്ഞു. അദ്ദേഹം പറയുന്നു, ഇന്ത്യൻ സുരക്ഷയിൽ ചില പഴുതുകൾ ഉണ്ടായിരുന്നു എങ്കിൽ ആ പഴുതുകൾ അടയ്ക്കപ്പെടുകയാണ് എന്ന്. അവിടെ കരുത്തോടെ എന്തിനും പോന്ന ഒരു നേതാവായി അമിത്ഷാ നിൽക്കുകയാണ് തലയെടുപ്പോടെ. അമിത്ഷാ എന്നും ഭാരതത്തിന്റെ ഭരണസാരഥ്യത്തിൽ മോദിക്കൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് എല്ലാ പ്രതിസന്ധികളിലും രാജ്യത്തിനെ നയിക്കുന്ന ഒരു ഭരണാധികാരി തന്നെയാണ്. മാവോയിസത്തെ ഇല്ലാതാക്കിയതും അതുപോലെ തന്നെ മമതയുടെ നേരെ ശക്തമായ നടപടികൾ എടുത്തതും അതിന്റെ ഉദാഹരണങ്ങൾ തന്നെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കൂടുതൽ കരുത്ത് നൽകുന്ന ഒരു വ്യക്തി തന്നെയാണ് അമിത്ഷാ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അമിത്ഷായുടെ കരുത്തിലും ധൈര്യത്തിലും തന്നെയാണ് പല കാര്യങ്ങൾക്കും വളരെ ശക്തമായ ഒരു തീരുമാനം എടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സാധിക്കുന്നത് എന്നതും ഒരു സംഗതി തന്നെയാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ പ്രതിരോധത്തിലായാലും ഇന്ത്യയുടെ നയതന്ത്രത്തിലായാലും ഇന്ത്യൻ ആഭ്യന്തരത്തിലായാലും അദ്ദേഹത്തിനുള്ള സ്ഥാനം, അദ്ദേഹത്തിന്റെ ഒരു കയ്യൊപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും നിരസിക്കാൻ പറ്റുന്ന ഒന്നല്ല. ആ ഒരു തലയെടുപ്പ് തന്നെയാണ് ബംഗാളിലെ പ്രശ്നങ്ങൾക്കും മുന്നിൽ നിന്ന് പടനയിച്ചതിലൂടെ അമിത്ഷാ തെളിയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.